If you're happy and you know it, clap your hands. Clap, clap. If you're happy and you know it, stomp your feet. If you're happy and you know it, nod your head. Nod your head. If you're happy and you know it, and you really wanna show it. If you're happy and you know it, clap your hands. Jump up high. If you're happy and you If know you're it, and you happy really and you wanna know show it. If you're happy and you know it, clap Jump your up hands. അപ്പൊ ഞാൻ പറയുന്നതാ കള്ളല്ലേ ജോൺ? മനു, വാട്സാപ്പിൽ നീ ഓൺലൈൻ അല്ലായിരുന്നോ? ലാസ്റ്റ് സീൻ അറ്റ് 5:15 PM. എന്നിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല. ആ രേഷ്മയും സെയിം ടൈമിൽ അവൈലബിൾ. ഐ നോ. ഓ കോയിൻസിഡൻസ്, ഓൾവേസ് കോയിൻസിഡൻസ്. നീ അവളോട് ചാറ്റ് ചെയ്യായിരുന്നു. ഐ നോ. You know what? I just don't want this relationship. You know what? I don't want to talk to you. I just don't want to talk to you, liar. Filthy liar. Manu, blue. No, not brown. Blue. If you're happy and you know it, clap your hands. Clap, clap. If you're happy and you know it, clap your hands. Clap, clap. കൊള്ളാല്ലേ? വളരെ നന്നായി. ഉഷാറായിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് കേൾക്കണം നല്ല രസം ഉണ്ടാവും അല്ലേ? പോടാർന്ന് പിള്ളേർ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മോൻ അങ്കിൾ പറയുന്നൊന്നും കേൾക്കണ്ട കേട്ടോ. മോന് ടീച്ചർ വേറെ എന്തൊക്കെ പഠിപ്പിച്ചെന്ന്? K-I-T-E kite. C-A-R-T kite. മേനോൻ സാറ് ഓ, കേട്ടു. കൈറ്റ് കാർട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. വേറെന്തൊക്കെ ടീച്ചർ പഠിപ്പിച്ചേ? You cheat, you liar. I don't want to talk to you. You filthy liars. ഗംഭീരായിണ്ട്. മോന്റെ ടീച്ചർ നമ്മളെ രഞ്ജി പണിക്കര ബന്ധുവാ. കടിച്ച പൊട്ടത്തെ വാക്കാണല്ലോ പറയുന്നേ അല്ലേ? മോനതൊന്നും കൂടെ പറഞ്ഞേ. You cheat, you liar. I don't want to talk to you. You filthy liars. ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ചീറ്റ് വലിയ കുഴപ്പമില്ല, ലെയർ തരക്കേടില്ല. കളി മുഴുവൻ എൻ്റെ മുതലാളി ആ ലാസ്റ്റ് പറഞ്ഞില്ല. മോനിതൊക്കെ ആരാ പറഞ്ഞെന്ന്? Tina madam. എന്റെ മോനെ ഒന്നും പഠിക്കണ്ട കേട്ടോ. നമുക്ക് പഴയ PG-യും പറവയൊക്കെ തന്നെ മതി കേട്ടോ. എന്താ പറയാ മേനോൻ സാറേ, പ്രിയ പറഞ്ഞത് ശരിയാ. ഇംഗ്ലീഷ് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് എപ്പോഴാണ് മനസ്സിലാവണേ. കുട്ടി പറയണത് നല്ലതാണോ ചീത്തയാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അരവിന്ദ, സ്കൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് കുട്ടിയുടെ ഭാവി. ശരിയാ. രഞ്ജി പണിക്കരാ? മാമി, മാമി ഫോണിന്റെ അടുത്ത് തന്നെയാണല്ലേ? ശ്രീനി ഇന്ന് വിളിക്കും. രണ്ടു വാട്ടി ബെല്ലടിച്ചിട്ട് എടുത്തില്ലെന്നാ പിന്നെ അവൻ വിളിക്കാതെ. മാമി, ഇത് മാമിക്കുള്ളതാ, പ്രഷറിന്റെ. ഇത് സാമി അങ്കിളിന്. പൈസയെല്ലാം ரொம்ப ജാസ്തിയാச்சு. இப்பவே 5 month പെൻഡിങ് ആച്ചില്ലയാ. എന്താ മാമി? கொஞ்ச நாளா ஸ்ரீனி வெரி பிஸி. அக்கௌண்ட் ட்ரான்ஸ் பண்றதுக்கு டைம் கிடைக்கல. അതൊന്നും മാമി കാര്യമേ ആക്കണ്ട. മരുന്ന് കൃത്യമായി കഴിച്ചാ മതി. അരവിന്ദേട്ടൻ പ്രത്യേകം പറഞ്ഞതാ. ഉക്കാറുങ്കോ, കോഫി. അയ്യോ മാമി, ഇപ്പൊ വേണ്ട. മനു ട്യൂഷൻ ടീച്ചറിന്റെ കൂടെയാ. ഞാൻ ചെല്ലട്ടെ. No way. Never. This is it. I'm single. Let the whole world know. ഇനി ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. My status is changed. Tina is single. Period. ഒരാവശ്യത്തെ കാര്യം പറഞ്ഞ മനുഷ്യനെ ഉപദ്രവിക്കണം. മനു എവിടെ പോയി? മനു ബാത്റൂം പോയി. I'll call you later, okay? മനു, മനു, മനു. മനു എവിടെ? ഇവിടെയൊന്നുമില്ലല്ലോ. ഈശ്വരാ. മാമി, എന്നമ്മാ? മനു ഇവിടെ വന്നോ? ഇല്ലയേ. അയ്യോ, മുകളിലില്ല. താഴെ നോക്കട്ടെ. രവിച്ചേട്ടാ, മനു ഇങ്ങോട്ട് വന്നോ? ഒരു മിനിറ്റ്. ഇല്ല മോളെ, അങ്ങോട്ടില്ല. എന്ത് പറ്റി? ഇല്ല, ഒന്നുമില്ല. മനു, അമ്മ എവിടെയൊക്കെ നോക്കി നിന്നെ? ഒറ്റയ്ക്ക് പുറത്ത് പോരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ബാൽക്കണിയിൽ നിന്നപ്പോ ഒരു വലിയ സ്ഥലം സ്പീഡിൽ പോയി. ഇപ്പൊ അതിനെ കാണുന്നില്ല. എവിടെയാ? അത് വാൽനക്ഷത്രമായിരിക്കും മോനെ. ഞങ്ങളുടെ ചെറിഞ്ഞും പോലെ ഉണ്ടായിരുന്നു. ആണോ?
ഈ നക്ഷത്രത്തിന് എന്താ വാലില്ലാത്തേ? സ്റ്റാർസ് അങ്ങ് ദൂരെയല്ലേ? ചില സ്റ്റാർസിന്റെ ചെറിയ കഷ്ണങ്ങള് പൊട്ടി ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോ തീ പിടിച്ച് കത്തുന്നതാ നമുക്ക് വാല് പോലെ കാണുന്നത്. അപ്പൊ എന്റെ തല വീഴുവോ? ഒന്ന് പോടാ, അങ്ങനെയൊന്നും വീഴില്ല. മനു ഇവിടെ വന്ന് നിക്ക, ടോയ്ലറ്റിൽ പോയി വരാന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്ത് ടെൻഷനിലായെന്നറിയോ? എത്ര തവണയായി ചോദിക്കുന്നു ഏത് കളറാണെന്ന്. അപ്പോഴൊക്കെ ഫോണിലല്ലാന്നോ? ടീന, ഇനി ഞാൻ മനുവിനെ പഠിപ്പിച്ചോളാം. സത്യം പറഞ്ഞ മനു ഭയങ്കര റെസ്റ്റ്ലെസ്സാ. അവനെ എനിക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ നാളെ മുതൽ ടീന വരണമെന്നില്ല. അയാള് വണ്ടിയിലിരുന്നേ ഫോണിന് ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിൽ തന്നെയല്ലേ? അതെ അതെ, 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങത്തുള്ളൂ. പക്ഷെ ക്യൂ വെളുപ്പിന് തുടങ്ങിയിട്ടുണ്ട്. എന്റെ വണ്ടി കയറിയ ആള് ക്യൂ നിൽക്കാൻ വന്നതാ. ആദ്യം ഫാം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങേര് എന്നോട് പറഞ്ഞതേ. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോൾ എത്തിക്കോളും. ക്യൂ കിടക്കുന്ന കിടാണ്ട. ആ വായി നോക്കി എവിടെയാണോ? നിങ്ങളുടെ മോന് വേണ്ടിയല്ല. അല്ലല്ല, ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളെ തറവാട്ടില് 3 കുട്ടികളെ വീതം ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാ. തെണ്ടി അവിടെ ഒന്ന് വളയ്ക്കുക. വളച്ചത് മതി, ചെന്ന് കട ഓർക്ക്. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ആരും ഓർക്കും? ചെല്ലട വേഗം. ഞാൻ അങ്ങക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. ചെല്ലത്തിൽ ഇടപെടും. ക്യൂ നിൽക്കാൻ എത്ര കൊതി. ഞാൻ ഇനിയും വരും. കൊടുത്തു തുടങ്ങിയില്ലോ അല്ലേ? ഇല്ല ഇല്ല അല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ. ഇനി എപ്പോ കൊടുക്കോ? ഒന്ന് പിടിച്ച്. അയ്യോ, എന്ത് പറ്റി? ആരും കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ഒന്ന് പിടിച്ചേ. എന്താ പോണു? പുറത്തോട്ട് പോയി ഓട്ടോ എടുക്ക. ചേട്ടാ, കാലേ ഓട്ടം മതി. നീ ക്യൂ നിൽക്കടാ. അത് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോട്ടെ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നിട്ടോ, അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. കിടന്നുറങ്ങടാ, വാങ്ങിക്കും എന്റെ കയ്യിന്ന്. അവന്റെ ഒരു അച്ഛൻ, എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാർ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കുറെ എണ്ണം. ഇത് കൊള്ളാം. മുലാളി, എന്തെങ്കിലും ഒരു താക്കോല് ഉത്തരവാദിത്തം തരാൻ വേണ്ടേ? വന്നതാ. എന്റെ കാര്യം പോട്ടെ, ആ താക്കോല് കൊച്ചിന്റെ നീ ഭാവിയിൽ വെച്ചോ. ഓർത്തോ. ഞാൻ നാളെ വരെ ലേറ്റ് ആവും. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുമോ? ഇത്രയും നേരം ഞാൻ വായിട്ട് അലച്ചിട്ടും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ മനുഷ്യൻ നിങ്ങൾക്ക്. ഷഫീക്ക് താക്കോല് തരാൻ വന്നാ മോളൂ. അതിനെന്താ ഞാൻ തലയും കുത്തി നിൽക്കണോ? നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ. അതോ വിട്ടുകൊടുങ്ങാണ്ട് കഴിച്ചിട്ടേ.